അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള് വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിയാഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി വഅലമൂ അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പ്രീതിക്ക് ധനം ചെലവഴിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. അത് നല്ലൊരു തോട്ടം പോലെയാണ്. ചെറിയ മഴ അതിന് കിട്ടിയാൽ തന്നെ മതിയാകുന്ന ഒരു തോട്ടമാണ്. ഇരട്ടി ഇരട്ടി അതിൽ കൈകനികളുണ്ടാകും. അള്ളാഹു പിന്നെ ചോദിച്ചത്, അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്ന, നിങ്ങൾക്ക് ഒരു തോട്ടമുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ എല്ലാ കൈകനികളും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഉഷ്ണക്കാറ്റടിച്ചപ്പോൾ കരിഞ്ഞുപോയി. നിങ്ങൾക്കാണെങ്കിൽ ദുർബലരായ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് പ്രായമായി. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ധനം വെച്ച ആളുകളെക്കുറിച്ച്, അവർക്ക് സംഭവിക്കാവുന്ന ഒരു അപജയത്തെക്കുറിച്ച്, ആപത്തിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അതിനുശേഷം അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ച പരിശുദ്ധമായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ. ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചത്. അതുമാത്രമല്ല, ഉപയോഗയോഗ്യമായ നല്ല വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ ചെലവഴിക്കുമ്പോൾ ഉപയോഗയോഗ്യമായ മുന്തിയ തരം സാധനങ്ങൾ നിങ്ങൾ ചെലവഴിക്കൂ. വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, നാം നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തന്ന സാധനങ്ങൾ, അത് ചെലവഴിക്കുമ്പോൾ കെട്ടുകണക്കിന് ചാക്കുകണക്കിന് സാധനങ്ങൾ ഒന്നിച്ച് കൊടുക്കുമ്പോൾ അതിൽ എളുപ്പത്തിൽ മുന്തിയതും അല്ലാത്തതും കെട്ടതുമൊക്കെ കൊടുക്കാൻ കഴിയും. ധാന്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഗോതമ്പും അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പഴകിയതും ഉപയോഗശൂന്യമായതും ഒക്കെ ചിലപ്പോൾ കൊടുക്കാൻ കഴിയും. അതൊന്നും ആർക്കും പൂർണ്ണമായിട്ട് നല്ലതാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല. അള്ളാഹു പറയുന്നത്, നിങ്ങളങ്ങനെ ധാന്യങ്ങളൊക്കെ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ത്വയ്യിബാത്ത്, ഏറ്റവും നല്ലത് ചെലവഴിക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന, ചെലവഴിക്കാൻ നിങ്ങൾ മോശമായത് കരുതുക പോലും ചെയ്യരുത്. മോശമായത് നിങ്ങൾ ചെലവഴിക്കരുത് എന്നല്ല, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. വലസ്തും ബിയാഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി, നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ കണ്ണുപൂട്ടിയിട്ടല്ലാതെ സ്വീകരിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കരുതുക പോലും ചെയ്യരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കില്ല, നിങ്ങളതറിയാതെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അങ്ങനത്തെ നിലയിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ലാ തഖ്റബു സിന എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ലാ തയമ്മമു എന്ന് പറഞ്ഞത്. വ്യഭിചാരത്തെക്കുള്ള അടുക്കുക ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങളങ്ങനെ കരുതുക പോലും ചെയ്യരുത്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അറിയുക അള്ളാഹു റിച്ചാണ്. അള്ളാഹുവിന് ആവശ്യമുള്ളത് കൊണ്ട് ചോദിക്കുകയല്ല, അള്ളാഹു റിച്ചാണ്, അവൻ ഹമീദാണ്, അവൻ സ്തുത്യർഹനാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മോശമായത് കൊടുക്കരുത്, ഏറ്റവും പരിശുദ്ധമായത് കൊടുക്കണം. നിങ്ങൾ കണ്ണുപൂട്ടിയല്ലാതെ വാങ്ങുന്നത്, നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് വാങ്ങാത്ത കാര്യം, വാങ്ങാത്ത വസ്തു നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാനധർമ്മത്തിൻ്റെ മാത്രം വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും നിങ്ങൾ സ്വന്തത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നഫ്സിന് വേണ്ടിയിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അത് തന്നെ നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ആരും മുഅ്മിനാവുകയില്ല. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്, ലാ യുഅ്മിനു അഹദുക്കും
ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബുലി നഫ്സിഹി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളെ സഹോദരനും ഇഷ്ടപ്പെടാതെ നിങ്ങളാരും മൂമിനാവുകയില്ല. സഹോദരന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇഷ്ടമുള്ള നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംഗതികൾ മാത്രമേ സഹോദരന് നിങ്ങൾ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാവൂ. അതുപോലെ സൂറ ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് നന്മ കൈവരികയില്ല, ഒരിക്കലും കൈവരികയില്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കാതെ നിങ്ങൾക്ക് നന്മ കൈവരികയില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊടുക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കൊടുക്കരുത്. അള്ളാഹു ഇവിടെ പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നല്ലത് ചെലവഴിക്കണം. പ്രത്യേകിച്ച് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാടാണ് കൊടുക്കുക, വലിയ വലിയ കെട്ടുകളായിട്ട് വെച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ നല്ലതും ചീത്തയൊക്കെ മിക്സ് ചെയ്യൽ എളുപ്പമാണ്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളൊരിക്കലും കൊടുക്കാനും ഉദ്ദേശിക്കരുത്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുക്കും ബിൽ ഫഹ്ഷ. ഷെയ്ത്താൻ നിങ്ങളെ പേടിപ്പിക്കുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിച്ചിട്ട് അവൻ നിങ്ങളെ ചെലവഴിക്കുന്നതിൽ നിന്ന് തടയുന്നു. എന്നിട്ട് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? വയഅ്മുറുക്കും ബിൽ ഫഹ്ഷ. അവൻ നിങ്ങൾക്ക് മ്ലേച്ഛമായ കാര്യങ്ങൾ കൽപ്പിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെലവഴിക്കുന്നതിന് അവൻ നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. അവൻ നിങ്ങളിൽ ഭയമുണ്ടാക്കുന്നു. ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഭയം നിങ്ങളിൽ ഉണ്ടാക്കുന്നു. പിന്നെ ഷെയ്ത്താൻ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് ഈ ധനമൊക്കെ ചിലപ്പം ദുർവ്യയം ചെയ്യും, നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കും. അങ്ങനെ ഫഹിഷാകൾ ചെയ്യും. കാരണം ദുർവ്യയം ചെയ്യുന്നതിനെക്കുറിച്ച്, പാഴാക്കി കളയുന്നതിനെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ. ധനം പാഴാക്കി കളയുന്ന ആളുകൾ അവർ ഷെയ്ത്വാൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. വകാന ഷെയ്ത്വാനു ലി റബ്ബിഹി കഫൂറ. സൂറ അൽ ഇസ്രായിൽ അള്ളാഹു പറയുന്നതാണ്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ വകാന ഷെയ്ത്വാനു ലി റബ്ബിഹി കഫൂറ. സമ്പത്ത് വേസ്റ്റാക്കി കളയുന്ന ആളുകൾ ഷെയ്ത്താൻ്റെ സഹോദരങ്ങളാണ്. ഷെയ്ത്താനാണെങ്കിൽ റബ്ബിന് നന്ദിയില്ലാത്തവനുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല രീതിയിൽ പാവങ്ങൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെലവഴിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട്, പിന്നെ അവൻ്റെ കൽപ്പനയ്ക്ക് വഴിപെട്ടിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ നല്ലതല്ലാത്ത രീതിയിലായിരിക്കും. തബ്ദീർ എന്ന് പറഞ്ഞാൽ ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇൻഫാഖുഹു ഫിൽ ഫസാദി തബ്ദീറ. ഫസാദിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് തബ്ദീറാണ്. നമ്മൾ സാധാരണ ദുർവ്യയം എന്നൊക്കെ പറയുന്ന ഒരു സെൻസിലല്ല. അദ്ദേഹം പറയുന്നു, വലൗക്കാനൽ മിഖ്ദാറു ഖലീലൻ. ചെറിയ ഒരളവിൽ ചെലവഴിച്ചാലും അതിനെ തബ്ദീർ എന്ന് പറയും. ഫസാദിന് വേണ്ടിയിട്ട് ചെറിയൊരളവിൽ ധനം ചെലവഴിച്ചാലും അത് തബ്ദീറാണ്. അല്ലെങ്കിൽ മുബാഹായ ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് അമിതമായിട്ട് ചെലവഴിക്കുക. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ ഇസ്റാഫ് പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അമിതമാകാൻ പാടില്ല. ഭക്ഷിക്കാം, കുടിക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അങ്ങനെ അമിതമായിട്ട് ചെയ്യുന്നതിനും തബ്ദീർ എന്ന് പറയും. ഹലാലായ കാര്യം തന്നെ പരിധി വിട്ട് ചെയ്യുന്നത്. പക്ഷേ ഫസാദിന് വേണ്ടിയിട്ട് ചെറിയ ഒരളവിലുള്ള ധനം കൊടുത്താൽ തന്നെ അത് തബ്ദീറാണ്. അള്ളാഹു പറയുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ. അങ്ങനെ ധനം വേസ്റ്റാക്കുന്ന ആളുകൾ ഷെയ്ത്താൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ ഷെയ്ത്താൻ്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല രീതിയിൽ ചെലവഴിക്കില്ല. പകരം നിങ്ങൾ ചെയ്യുക, വേസ്റ്റാക്കി കളയും ധനത്തെ. കാരണം അവൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് ഫഹിഷ ആണ്. വല്ലാഹു യഇദുക്കും മഗ്ഫിറ. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവൻ്റെ മഗ്ഫിറത്താണ്. മഗ്ഫിറത്തം മിൻഹു, അവൻ്റെ മഗ്ഫിറത്താണ്. വഫളിൽ, അവൻ്റെ ഔദാര്യമാണ്. നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മഗ്ഫിറത്തുണ്ടാകും. നിങ്ങൾക്ക് നാളേക്കത് വലിയ സമ്പാദ്യമാണ്. അതുപോലെ അവൻ്റെ ഔദാര്യം നിങ്ങൾക്ക് കിട്ടും. അവന് നിങ്ങൾക്ക് ഒരുപാട് ബർക്കത്ത് ചെയ്യും. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു വിശാലനാണ്. അലീം, എല്ലാം അറിയുന്നവനുമാണ്. യൂത്തിൽ ഹിക്മത്ത മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകുന്നു. അവൻ്റെ ഏറ്റവും വലിയ ഫളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു ഫളിൽ അതുതന്നെയാണ്, ഹിക്മത്താണ്. പക്ഷേ ഷെയ്ത്താൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഹിക്മത്തിന് പകരം ജഹാലത്താണ് ലഭിക്കുക.
ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഹിക്മത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവൻ ഒരു വൈകാരിക ജീവിയായിട്ട് മാറും. ദുനിയാവിൻ്റെ കേവലമായ അമ്യൂസ്മെൻറ്റുകൾക്ക് വേണ്ടിയായിരിക്കും അവൻ്റെ ശ്രദ്ധ, അതിനുവേണ്ടി ചെലവഴിക്കും. പക്ഷേ ഹിക്മത്ത് എന്ന് പറയുന്നത് ഇൽമും ഹിൽമും ഒക്കെ ചേർന്നതാണ്. യഥാർത്ഥ നോളജും അതുപോലെ ഹിൽമ് വിവേകവും അതിലും നല്ല ഒരു ബാലൻസും ഒക്കെ ചേർന്നതാണ് ഹിക്മത്ത്. ഈ ഹിക്മത്ത് ഏറ്റവും വലിയൊരു ഫളിലാണ് അള്ളാഹുവിൻ്റെ. ഈ ഹിക്മത്തുള്ള ആളുകൾ പിന്നെ ദുനിയാവിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടില്ല. ദുനിയാവ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകുക, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു ഫളിലാണ്. അവർക്ക് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യത്തെക്കുറിച്ചും യഥാർത്ഥത്തിലുള്ള നേട്ടത്തെക്കുറിച്ചും അള്ളാഹു ഉൾക്കാഴ്ച നൽകും. വമയ്യൂത്തൽ ഹിക്മത്ത ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവൻ ഏറ്റവും വലിയ ഖൈർ, ഏറ്റവും അധികരിച്ച ഖൈർ അവന് നൽകപ്പെട്ടു. ഹിക്മത്ത് അത്ര വലിയൊരു ഖൈറാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ പിശാചിൻ്റെ പ്രേരണക്കും പേടിപ്പെടുത്തലിനും ഒന്നും വിധേയമാകാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് വേണ്ടത്. അള്ളാഹു നൽകുന്ന വലിയൊരു ഔദാര്യമാണത്. അള്ളാഹു പറയുന്നു, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് അതായത് ബുദ്ധിശാലികൾ, അവർ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചാണ്. അപ്പോൾ കാമ്പുള്ളവർ എന്നാണ് അർത്ഥം. അതായത് ഒരു സാധനത്തിൻ്റെ ഹുലാസക്കാണ് പറയുക ലുബ് അല്ലെങ്കിൽ അൽബാബ്. കാമ്പ്, കോറ് എന്നൊക്കെ നമുക്ക് പറയാം. അത് ബുദ്ധിക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കും കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക്, ഹിക്മത്തുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അവർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാവില്ല. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, എന്ത് നേർച്ച നേർന്നാലും. നേർച്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്വതക്കക്ക് വേണ്ടിയായിരിക്കും. ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ധനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നേർച്ച. അവിടെയും ഇൻഫാക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് നേർന്നാലും എന്ത് കൊടുത്താലും ഫൈനല്ലാഹ യഅലമുഹു, അള്ളാഹു അതറിയും. വമാലിൽ ളാലിമീന മിൻ അൻസാർ. അക്രമികൾക്ക് യാതൊരു സഹായവുമില്ല. ഇവിടെ അക്രമം ഉദ്ദേശിക്കുന്നത് സ്വന്തത്തോടുള്ള അക്രമമാണ്. അക്രമി എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന ആളാണ്. നേർച്ച നേർന്നിട്ട് അത് കൊടുക്കാതിരിക്കൽ, അല്ലെങ്കിൽ ധനം ചെലവഴിക്കുമ്പോൾ മോശമായ ധനം കൊടുക്കൽ, ഇതൊക്കെ വേറെ ആരോടോ ചെയ്യുന്ന അക്രമമല്ല, സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. അങ്ങനത്തെ ആൾക്ക് വേറെ സഹായിയെ ഒരിക്കലും കിട്ടില്ല. അവന് അള്ളാഹുവിൻ്റെ സഹായമില്ല, അവനൊരു സഹായിയും ലഭ്യമല്ല. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഇമ്മാഹിയ. നിങ്ങൾ സ്വദക്കകൾ പരസ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, പരസ്യമാക്കുകയാണെങ്കിൽ ഫനിഇമ്മാഹിയ, അത് നല്ലതാണ്, അത് നല്ലത് തന്നെ. ഫനിഅമ മാഹിയ, നിഅമ എന്നുള്ളത് നിഅമ മാ എന്നുള്ളതാണ്. അത് നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വൈൻ തുഖ്ഫൂഹ, നിങ്ങളതിനെ രഹസ്യമാക്കുകയാണ്. വതുഅ്തുഹ, സ്വതക്ക നൽകുകയാണ്. അൽ ഫുഖറ, ഫക്കീറുകൾക്ക് നൽകുകയാണ്. ഫഹുവ ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീക്ഷണം നിരുപാധികമായിട്ട് തന്നെ രഹസ്യമായിട്ട് ചെയ്യുന്ന സ്വതക്കയാണ് ബെറ്റർ എന്നാണ്. ഇബ്നു ആഷൂർ റഹ്മഹുല്ലാ പറയുന്നു, വഖദ് ഫല്ലലല്ലാഹു ഫി ഹാദിഹില്ലായ സ്വദഖത്ത സിർരി അല സ്വദഖത്തിൽ അലാനിയത്തി അലൽ ഇത്ലാഖ്. നിരുപാധികമായിട്ട് തന്നെ രഹസ്യമായിട്ട് ചെയ്യുന്ന സ്വതക്കക്ക് പരസ്യമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഫളീലത്തുണ്ട് എന്നാണ്. അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ഈ ആയത്തിൽ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഖൈർ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ മറ്റൊരു വീക്ഷണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു വീക്ഷണം, ഇൽഹാറു സക്കാത്തി അഫ്ളൽ, നിർബന്ധമായിട്ട് ചെയ്യേണ്ട സക്കാത്ത്, നിർബന്ധദാനം, അത് പരസ്യമായിട്ട് ചെയ്യുന്നതാണ് അഫ്ളൽ. വഇഖ്ഫാഉ സ്വദഖത്തി തതവ്വുഇ അഫ്ളലു മിൻ ഇൽഹാരിഹ. എന്നാൽ നിർബന്ധമല്ലാത്ത ഐച്ഛികമായിട്ടുള്ള സ്വതക്കകൾ അത് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് അഫ്ളൽ. വഹുവ ഖൗലു ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഖൗലും അത് തന്നെയാണ്. ഇതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിർബന്ധമായ എല്ലാ അമലിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട 5 നേരത്തെ നിസ്കാരം അത് പരസ്യമായിട്ടും, ഇനി അഡീഷണലി ചെയ്യേണ്ട നിസ്കാരങ്ങളൊക്കെ രഹസ്യമായിട്ടും, അതുപോലെ നിർബന്ധ നോമ്പുകൾ അത് പരസ്യമായിട്ടും, എല്ലാ ഐച്ഛിക നോമ്പുകൾ അത് രഹസ്യമായിട്ടും, അങ്ങനെ എല്ലാ നിർബന്ധ കാര്യങ്ങളുടെയും വിഷയത്തിൽ അത് പരസ്യമായിട്ട് ചെയ്യുന്നതാണ് അഫ്ളൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആയത്തിൽ സ്വതക്ക എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്
നിരുപാധികമായതുകൊണ്ട്, അതായത് നിർബന്ധ സ്വതക്ക എന്നോ ഐച്ഛിക സ്വതക്ക എന്നൊന്നും പറയാത്തത് കൊണ്ട് ഇത് എല്ലാ സ്വതക്കയുടെയും കാര്യത്തിൽ ഹൈറായത് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് എന്നതാണ് മറ്റൊരു വീക്ഷണം. തുടർന്ന് അള്ളാഹു പറയുന്നു, വയുക്കഫിർ അൻകും മിൻ സയ്യാത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തിന്മകൾ അത് മായ്ച്ചു കളയും. ഈ സ്വതക്കകൾ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കൃത്യമായിട്ട് അറിയുന്നവനാണ്, ഖബറുള്ളവനാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു തആല മഹ്ശറിൽ തണൽ നൽകുന്ന 7 കൂട്ടം ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ ഒരു കൂട്ടം, അസ്സബഅത്തുല്ലദീന യുളില്ലുഹുമുല്ലാഹു ബിളില്ലി, അള്ളാഹുവിൻ്റെ തണൽ അള്ളാഹു നൽകുന്ന 7 കൂട്ടം ആളുകളിൽ ഒരു കൂട്ടം വറജുലുൻ തസദ്ദഖ ബി സ്വദഖത്തിൻ, സ്വതക്ക ചെയ്യുന്ന ആളുകളാണ്. ഫഅഖ്ഫഹ, എന്നിട്ടതിനെ രഹസ്യമാക്കി വെക്കുന്നു. ഹത്താ ലാ തഅലമ ഷിമാലുഹു മാ അൻഫഖത്ത് യമീനുഹു, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ അവർ രഹസ്യമാക്കി വെക്കുന്നു. അങ്ങനെ സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് മഹ്ശറിൽ തണൽ നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നത് ഖൈറാണ്. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ട് ഖബറുണ്ട്. അള്ളാഹു അറിയാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അവനറിയുന്നുണ്ട്. സ്വതക്കയും ഇൻഫാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് തുടർന്നും വരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.